ഹായ്, ലിമിയാസ് വേൾഡിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വെണ്ടക്ക തോരൻ റെസിപ്പിയുമായിട്ടാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ബർപ്പ് വറവ് എന്നൊക്കെ പറയും. ഇതിൽ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ചേരുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സംഭവം സൂപ്പറായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഒട്ടും വഴുവഴുപ്പില്ലാതെ നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പായി നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ അടിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഉടൻ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു സവാളയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടക്ക ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു തുണി കൊണ്ട് തുടച്ചെടുക്കണം. എന്നിട്ട് ക്രോസ് ഷേപ്പിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇത്രയും വെണ്ടക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ അരിയുന്ന സമയത്ത് വെണ്ടക്ക അരിയുന്ന സമയത്ത് ഒട്ടും നനവുണ്ടാവാൻ പാടില്ല. നനവുണ്ടായാൽ അതിൽ വഴുവഴുപ്പായിട്ട് വരും. മാത്രമല്ല നമ്മൾ അരിഞ്ഞ് കുറേ നേരം പുറത്ത് വെക്കരുത്. അതുകൊണ്ട് ബാക്കി ചേരുവകൾ അരിഞ്ഞതിന് ശേഷമായിരിക്കണം വെണ്ടക്ക അരിഞ്ഞെടുക്കേണ്ടത്. ഇതുപോലെ ക്രോസ് ഷേപ്പിൽ ചെറുതായി അരിഞ്ഞെടുക്കണം. വേറൊരു കാര്യം, ഞാൻ ഇതിലോട്ട് തക്കാളി ആഡ് ചെയ്യുന്നില്ല. കാരണം തക്കാളി ആഡ് ചെയ്താൽ അതിൽ നിന്ന് വെള്ളം വരും. വെള്ളം വന്നാൽ വെണ്ടക്ക ഞോളയാകും. ഞോള മീൻസ് വഴുവഴുപ്പ് ഉണ്ടാവും. ഞങ്ങളെ ഭാഷയിൽ ഞോള എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് മുറിച്ചു വെച്ച പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എണ്ണയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വന്നാൽ നന്നായിരിക്കും. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ബാക്കി മുറിച്ചു വെച്ച സവാളയും വെണ്ടക്കയും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെണ്ടക്ക ഉടയാതെ നോക്കണം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ മൂടി വെക്കാം. ഈ സമയത്ത് നമുക്ക് 2-3 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് നെരിച്ചെടുക്കാം. ഇതിപ്പോൾ ഇത് തോരന് വേണ്ടിയിട്ട് മാത്രമല്ല, വേറൊരു കറിക്കും വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ എടുത്തതാണ് നെരിക്കുന്നുള്ളത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് 2-3 അല്ലി വെളുത്തുള്ളി മതിയാകും. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂണോളം ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾക്ക് ഈ നെരിച്ച് വെച്ച വെളുത്തുള്ളി നന്നായി കൈകൊണ്ട് ഇതുപോലെ ഞെരിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അടിക്ക് പിടിക്കാതെ നോക്കണം. ചെറിയ തീയിൽ വേവാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് തേങ്ങയുടെ ചേരുവ കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് നമുക്ക് തുറന്ന് വേവിക്കാം. ഇനി മൂടരുത്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ടുമുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അരിപ്പൊടി പുഴുങ്ങലരിയുടെ പൊടിയാണ് ചേർത്തത്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് കൂടി നമുക്കൊന്ന് മൂടാതെ വേവാൻ വെക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടക്ക തോരൻ അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ വറുത്ത അരിപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. സംഭവം സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.